നമുക്ക് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇത്തരം സംരംഭങ്ങൾ, ദൗത്യങ്ങൾ നടക്കാതെ പോയത് എന്ന സ്വാഭാവികമായ ചോദ്യം. അതിനൊരു കാരണം നമ്മൾ പറഞ്ഞു, മറ്റൊന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, അത് വലിയ ഭീമമായ ചിലവാണ്. ഇത്തരം ദൗത്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഭീമമായ ചെലവാണ്. അപ്പോളോ ദൗത്യവും ആർട്ടിമിസ് ദൗത്യവും താരതമ്യം ചെയ്യുമ്പോൾ, കമ്പാരിസൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ പേരുകൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോളോ, ആർട്ടിമിസ്, ഇത് രണ്ടും ഇരട്ട സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോളോയുടെ ഇരട്ട സഹോദരനാണ്, ട്വിൻ ബ്രദറാണ്, സിബ്ലിംഗ് ആണ് ഈ പറയുന്ന ആർട്ടിമിസ്. അങ്ങനെ അത് ഗ്രീക്ക് മിത്തോളജിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോളോയുടെ സഹോദരനാണ് ഈ പറയുന്ന ആർട്ടിമിസ്. അപ്പോൾ അപ്പോളോയും ആർട്ടിമിസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും എത്രമേൽ ചെലവ് വന്നിട്ടുണ്ട് ഈ ദൗത്യങ്ങൾക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ റിപ്പോർട്ടുണ്ട്, അതൊന്ന് കാണാം. ആയിരത്തി 1969 ചരിത്രപ്രസിദ്ധമായ അപ്പോളോ 11 ദൗത്യം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ലോകം അതിശയത്തോടെ വീക്ഷിച്ച ചരിത്ര ദൗത്യം. ഏകദേശം $35.5 കോടി ദൗത്യത്തിനായി അക്കാലത്ത് ചെലവായത്. ഇതുൾപ്പെടെ 1960 മുതൽ 73 വരെ 17 അപ്പോളോ ദൗത്യങ്ങളാണ് നാസ നടത്തിയത്. പ്രോജക്ട് അപ്പോളോയ്ക്ക് 13 വർഷത്തിനിടെ ചെലവായത് ഏകദേശം $2540 കോടി. നാണയപ്പെരുപ്പം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ മുഴുവൻ അപ്പോളോ പദ്ധതിയുടെയും ഇന്നത്തെ മൂല്യം ഏകദേശം $25,700 കോടി വരും. അതായത് 24 ലക്ഷം കോടി രൂപ. ഈ ഭീമമായ തുക അക്കാലത്തെ അമേരിക്കയുടെ മൊത്തം GDPയുടെ ഏകദേശം 2.5% 54 വർഷങ്ങൾക്ക് ശേഷം നടന്ന ആർടെമിസ് 2 വിക്ഷേപണത്തിന് മാത്രം ചെലവായത് $400 കോടി, ഏകദേശം 34,000 കോടി രൂപ. റോക്കറ്റും ഓറിയോൺ പേടകവും വികസിപ്പിക്കുന്നതിനായി $4,400 കോടി നാസയ്ക്ക് ചെലവായി. ചന്ദ്രനിലേക്കുള്ള നാസയുടെ ആർടെമിസ് പര്യവേഷണ പരിപാടിയുടെ മൊത്തം ബജറ്റ് $9,300 കോടി, ഏകദേശം 8.63 ലക്ഷം കോടി രൂപ. അതായത് ആർടെമിസ് പര്യവേഷണ ദൗത്യത്തിന്റെ ചെലവിന്റെ 3 ഇരട്ടിയാണ് 1960-70 കാലഘട്ടത്തിൽ പ്രോജക്ട് അപ്പോളോയ്ക്കായി അമേരിക്ക ചെലവഴിച്ചത്. ഇത്രയും വലിയ തുക ചെലവഴിച്ചുള്ള പദ്ധതികൾക്ക് തിരികെ വരുമാനം ലഭിക്കില്ല എന്നുള്ളതും രാഷ്ട്രീയമായി നേരിട്ട എതിർപ്പുമാണ് ചാന്ദ്രദൗത്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്നാൽ ചന്ദ്രനിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് മനുഷ്യൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയതോടെയാണ് വീണ്ടും നാസയുടെ ചാന്ദ്രദൗത്യങ്ങൾക്ക് ജീവൻ വച്ചത്. അപ്പോളോയിൽ നിന്ന് ആർടെമിസിലേക്ക് എത്തുമ്പോൾ സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റവും ചാന്ദ്രദൗത്യങ്ങൾക്ക് കരുത്തേകുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.